ഇന്ന് നമ്മൾ കൈച്ചൂണ്ട ഇടാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ആറ്റിലെല്ലാം നല്ല വെള്ളം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോട്ട് ഇറക്കിയുള്ള ഫിഷിംഗ് ഒന്നും നടക്കത്തില്ല. ഇന്ന് ഞാനും അഖിലേട്ടനും മനീഷ് ബ്രോയും വിനായകനും കൂടാണ് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. അഖിലേട്ടനും മനീഷ് ബ്രോയും ഫിഷിംഗ് കഴിഞ്ഞ് തിരിച്ച് കയറാൻ നേരമാണ് കേട്ടോ ഞാനും വിനായകനും വരുന്നത്. അവർക്ക് ഇന്ന് ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ കാണിച്ചു തരാം. അങ്ങനെ അവർ പോകാൻ നേരം അവരുടെ നിന്ന് ബാക്കി വന്ന തീറ്റയും ചൂണ്ട എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കൈച്ചൂണ്ട ഇടാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കൈച്ചൂണ്ട ഇട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഗോൾഡൻ കളറുള്ള നല്ല ഭംഗിയുള്ള ഒരു വള്ളത്തെയാണ് കേട്ടോ അടിച്ചേക്കുന്നത്. നോർമലി കാണുന്ന എല്ലാ വള്ളത്തേകൾക്കും ഈ ഒരു കളർ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അവനെ നമ്മുടെ ബോട്ടിനകത്ത് കിടന്ന വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വീണ്ടും തീറ്റ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അധികം താമസിക്കാതെ നമുക്ക് അടുത്ത മീൻ അടിച്ചു. ഈ ഒരു പരലാണ് നമുക്ക് രണ്ടാമതായിട്ട് അടിച്ചേക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ മീൻ അടിച്ച സന്തോഷത്തിൽ നമ്മൾ വീണ്ടും കൈച്ചൂണ്ട ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം നമുക്ക് അടിച്ചത് പരല് തന്നെയാണ് കേട്ടോ. നമ്മൾ പരലിനെ പിടിക്കാൻ തന്നെയാണ് മെയിനായിട്ട് വന്നതും. അങ്ങനെ നമുക്ക് ആദ്യം കിട്ടിയ പരലിനെയും വള്ളത്തിൽ നമ്മുടെ ബോട്ടിൽ ഇട്ടേക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവനെ നമ്മൾ പിടിച്ചിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള തീറ്റി നമ്മുടെ ചൂണ്ടയിൽ കൊരുത്തിട്ട് നമ്മൾ വീണ്ടും ഇടാൻ പോവാണ്. അങ്ങനെ ചൂണ്ട അങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ നമുക്ക് സൈസ് ഒരു പരലാണ് കേട്ടോ കയറി അടിച്ചത്. ഇവനിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഇവന്റെ സൈസ് മനസ്സിലാവത്തില്ല. ഇവനെ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് കിട്ടിയതിലെ ഏറ്റവും വലിയ മീൻ ഇവനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫിഷിംഗ് എടുത്ത് ഇനി അഖിലേട്ടനും മനീഷ് ബ്രോയും കൂടെ ബോട്ടിനകത്ത് പിടിച്ചിട്ട മീനുകളെ പിടിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്ന് കുറച്ച് കോരിക്കളയണം. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് വെള്ളമെല്ലാം കോരി മീനുകളെ പിടിച്ച് കവറിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ ചൂണ്ടയിൽ ഒരു ചെറിയ കരിമീൻ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനെ എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് റിലീസ് ചെയ്ത് ബാക്കിയുള്ള മീനെ പിടിച്ച് കവറിൽ വിട്ടിട്ടുണ്ട്. അവരുടെ കൂടെ നിന്ന് ഇത്രയും മീനുകളെയാണ് പിടിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.